പൊന്നിന് മധുരം കൊടുക്കട്ടെ, നമ്മുടെ പൊന്നിന് മധുരം കൊടുക്കട്ടെ, നമ്മുടെ പൊന്നിന് മധുരം കൊടുക്കട്ടെ. ഒരു പെൺകുട്ടി ഒരു എൽഡസ്റ്റ് ഡോട്ടർ എന്നൊരു ടൈറ്റിൽ മാത്രമല്ല, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്തമാണ്. അവളുടെ വീട്ടിലെ ആദ്യത്തെ ചിരിയാണ്, ആദ്യത്തെ പ്രതീക്ഷയാണ്, ആദ്യത്തെ സ്വപ്നമാണ്, ആദ്യത്തെ അഭിമാനമാണ്. അമ്മയ്ക്ക് അവളൊരു കൈത്താങ്ങാണ്, അച്ഛനൊരു ആശ്വാസമാണ്, അവൾക്ക് താഴെയുള്ളവർക്ക് അവൾ ഒരു വഴികാട്ടിയാണ്. പലപ്പോഴും വീടിന് വേണ്ടി അവളൊരു നല്ല അമ്മയായും സുഹൃത്തായും ഒക്കെ മാറിയിട്ടുണ്ടാവും. ആരും കാണാതെ അവൾ അവളുടെ സ്വപ്നങ്ങളെ വീടിനോട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ സ്വയം ചെറുതായി മാറിയ നിമിഷങ്ങളുണ്ടാവും അല്ലേ? പലപ്പോഴും അകമേ കരയുമ്പോഴും പുറമെ ചിരിക്കാൻ പഠിച്ചവളായിരിക്കും. തളർന്നു പോകുമ്പോഴും വീടിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ പഠിച്ചവളായിരിക്കും. അവളുടെ ചിരി കൊണ്ടാണല്ലേ വീട് മുഴുവൻ നിറഞ്ഞിരുന്നത്. Her presence filled every corner with warmth. അപ്പോൾ she's not just the eldest daughter of the family, she's the heartbeat of entire family. എന്നെ സംബന്ധിച്ചിടത്തോളം പൊന്നു എല്ലാമായിരുന്നു. എനിക്കൊരു വഴികാട്ടി തന്നെയായിരുന്നു. ഞാൻ പൊന്നുവിൽ നിന്ന് ഒത്തിരി പഠിച്ചിട്ടുണ്ട്. സൈനമ്മയുടെ കണ്ണുകൾ കണ്ടാൽ നമുക്കറിയാം, നിറഞ്ഞു നിൽക്കുകയാണ്. സന്തോഷവും സ്നേഹവും എല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടു വാക്ക്. പപ്പ പറഞ്ഞ പോലെ തന്നെ പൊന്നു ഞങ്ങളുടെ എല്ലാമായിരുന്നു. ആ കൂടെ അപ്പവും എല്ലാം നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു. പിന്നെ അവൾ പോകുന്നതിൽ ഒരു സങ്കടം ഉണ്ടെങ്കിലും അവൾ നല്ല ദൈവാനുഗ്രഹം പറഞ്ഞൊരു കുടുംബമായിട്ട് അവരവിടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നിൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഉണ്ടാവണമെന്ന്. അവിടെ പ്രാർത്ഥന കാണുന്നതാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതും. തീർച്ചയായിട്ടും അവളെ വിട്ടു പോകുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. സ്റ്റിൽ നമ്മുടെ മാത്രം പറഞ്ഞ് നടന്ന ഒരാൾ പെട്ടെന്ന് ആരോഗ്യവുമായി മാറി കഴിയുമ്പോൾ കുറച്ച് ഇമോഷണലാണ്. ചമയമിട് മനമകളെ അണിഞ്ഞൊരുങ്ങ് തിരുമകൾ